ഇന്ന് നമുക്ക് കൂലി എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു ബംഗ്ലാവ് നോക്കി നടത്തിക്കൊണ്ടു പോകുന്ന കഥാനായകനായ ദേവ തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടുള്ള രാജശേഖർ മരണപ്പെട്ട കാര്യം അറിയുന്നു. അതറിഞ്ഞ് അവിടെ എത്തുന്ന സമയത്താണ് രാജശേഖർ ഹാർട്ട് അറ്റാക്ക് വന്നല്ല മരണപ്പെട്ടതെന്നും അത് കൊലപാതകമാണെന്നും ദേവയ്ക്ക് മനസ്സിലാകുന്നതും. എന്നാൽ ഈ രാജശേഖർ ആണെങ്കിലോ അവിടെ ഒരു ഹാർബർ നടത്തുന്ന ഒരു വലിയ ക്രിമിനൽ, അതും ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള സൈമന്റെ കൂടെയാണ് വർക്ക് ചെയ്തിരിക്കുന്നതെന്നും ദേവയ്ക്ക് മനസ്സിലാകുന്നു. തന്റെ കൂട്ടുകാരനെ കൊന്നത് ആരാണെന്നുള്ള അന്വേഷണം ആരംഭിക്കുകയാണ് ദേവ. ആരായിരിക്കും രാജശേഖരനെ കൊന്നിട്ടുണ്ടാവുക? പിന്നീട് അതിനുശേഷം എന്തൊക്കെ സത്യങ്ങൾ ദേവയ്ക്ക് അറിയുവാനേയും പറ്റി എന്നൊക്കെയുള്ളതാണ് ഈ സിനിമയുടെ ഫുൾ സ്റ്റോറിയും. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ ഗ്യാങ്സ്റ്ററായ സൈമന്റെ കൺട്രോളിലുള്ള ഹാർബറാണ് കാണിക്കുന്നത്. അവിടെ 2000-ലധികം തൊഴിലാളികളുമുണ്ട്. ഈ തൊഴിലാളികളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ദയാളൻ എന്ന ആളാണ്, അതായത് സൈമണിന്റെ വലം കൈ. ആ ഒരു ഹാർബറിലേക്ക് പുറത്തു നിന്നും ആർക്കും പ്രവേശിക്കാനാകില്ല. അഥവാ പ്രവേശിച്ചാൽ പിന്നെ ശവശരീരം മാത്രമേ പുറത്തേക്ക് പോകൂ. ഫോൺ പോലും അലൗഡല്ല. അവിടെ ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. സൈമണിന് ഒരു മകനുണ്ട്. അവന്റെ പേരാണ് അർജുൻ. അച്ഛന്റെ ഈ പ്രവൃത്തികളൊന്നും തന്നെ അർജുന് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് തന്നെ അവൻ ഇതിൽ നിന്നുമെല്ലാം വിട്ടുനിൽക്കുകയുമാണ് ചെയ്യുന്നത്. അർജുൻ അവിടെ ജോലി ചെയ്യുന്ന കല്യാണി എന്ന പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. മറ്റൊരു വശത്ത് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ രാജശേഖറിന്റെ മരണമറിഞ്ഞെത്തിയിരിക്കുകയാണ് ദേവരാജ് എന്ന ദേവ. രാജശേഖറിന് 3 പെൺമക്കളാണുള്ളത്. അതിൽ മൂത്തവളാണ് പ്രീതി, രണ്ടാമത്തെ മകൾ രേവതി, മൂന്നാമത്തെ മകൾ പ്രിയ. ദേവയുടെ ആത്മാർത്ഥ സുഹൃത്താണ് രാജശേഖർ. ദേവയ്ക്കും രാജശേഖറിന്റെ കുടുംബത്തിനും എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ദേവയോട് ഇറങ്ങി പോകുവാനായിട്ടാണ് പ്രീതി പറയുന്നതും. പക്ഷേ ദേവ പോകുവാനായിട്ട് കൂട്ടാക്കുന്നതേയില്ല. രാജശേഖറിന് എന്ത് പറ്റിയെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങി നോക്കുകയാണ് ദേവ. നെഞ്ചിലടിയേറ്റാണ് മരണപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പുറത്തു പറയുന്നതോ ഹാർട്ട് അറ്റാക്ക് ആണെന്നും. പ്രീതിയോട് അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ അച്ഛൻ മരിച്ചു, ഇനി അവർക്കൊരു ജീവിതമുണ്ട്, അത് നോക്കണമെന്ന രീതിയിലാണ് അവൾ സംസാരിക്കുന്നതും. നിന്റെ അച്ഛനെ കൊന്നവർ ഉറപ്പായും നിന്നെ തേടി വരുമെന്നും ദേവ പറഞ്ഞതിനാൽ പ്രീതി കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നു. സൈമൺ ഹാർബറിന് പിന്നിൽ ഒരുപാട് ക്രൂരതകൾ ചെയ്യുന്നുണ്ട്. തനിക്കെതിരെ ആര് വന്നാലും അവരെ കൊന്നുകളയും. ആ ശവങ്ങളെല്ലാം കടലിലാണ് തള്ളുന്നതും. ശവങ്ങളെല്ലാം കരക്കടിയുന്നത് കാരണം പോലീസുകാർക്ക് തലവേദനയായി. സൈമണിനെ എതിർക്കുവാനുള്ള പേടി കാരണം ഡെഡ് ബോഡി നിങ്ങൾ തന്നെ ഡിസ്പോസ് ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെടുന്നു. ഇതെല്ലാം അറിയാവുന്ന സൈമന്റെ മകനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കും. കുറച്ചുനാൾ മുമ്പ് അർജുനാണെങ്കിൽ ഒരു സയന്റിസ്റ്റിനെ പരിചയപ്പെട്ടിരുന്നു. അത് മറ്റാരുമല്ല, രാജശേഖറാണ്. ഈ രാജശേഖർ ഒരു ഇലക്ട്രിക്കൽ ചെയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. മരണപ്പെട്ട ആരുടെ ശവശരീരവും ഈ ചെയറിൽ ഇരുത്തി കഴിഞ്ഞാൽ നിഷ്പ്രയാസം കരിച്ചു കളയാനാകും. സ്മെല്ലുണ്ടാകില്ല, യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകില്ല. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ അപ്രൂവലിന് എത്തുമ്പോൾ കണ്ടുപിടുത്തമെല്ലാം നല്ലത് തന്നെ. പക്ഷേ മോശമായിട്ടുള്ള ഒരാളുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ രാജശേഖറിന്റെ ആ ഒരു പ്രോജക്റ്റ് റിജക്ട് ചെയ്തു കളഞ്ഞു. അർജുൻ എത്ര തന്നെ അച്ഛന്റെ പ്രവൃത്തിയെ എതിർത്താലും അച്ഛനൊരു പ്രശ്നം വന്നപ്പോൾ അച്ഛനെ സഹായിക്കുവാനായിട്ടും അവൻ തീരുമാനിച്ചു. രാജശേഖറിനെ പറ്റി സൈമണിനോട് പറഞ്ഞു കൊടുക്കും. രാജശേഖറിനെ ഹാർബറിലേക്ക് കൊണ്ടുവന്ന് തന്റെ ആവശ്യം എന്താണെന്നും രാജശേഖറിനോട് സൈമൺ പറയും. എന്നാൽ നല്ല ഉദ്ദേശത്തോടെ രാജശേഖർ ചെയ്ത ആ ഒരു കാര്യം ദുരുപയോഗം ചെയ്യുവാനായിട്ടും രാജശേഖർ തയ്യാറായില്ല. നിനക്ക് 3 പെൺമക്കളല്ലേ, അവരെ ഞാൻ കൊല്ലുമെന്ന് സൈമൺ വിരട്ടുന്നതിനാൽ രാജശേഖർ ആണെങ്കിൽ സൈമന്റെ ആവശ്യം അംഗീകരിക്കും. സൈമൺ ആരെയൊക്കെ കൊന്നു കളയുന്നോ അവരെയൊക്കെ രാജശേഖർ ഇലക്ട്രിക്കൽ ചെയറിൽ വെച്ച് കത്തിച്ചു കളയും. ഈ കാര്യമെല്ലാം പ്രീതിയിൽ നിന്ന് മറിഞ്ഞ ദേവയാണെങ്കിലോ ഇലക്ട്രിക്കൽ ചെയർ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ചെയർ കണ്ടതും രാജശേഖറിന്റെ മരണത്തിന് പിന്നിൽ സൈമണിന് എന്തോ പങ്കുണ്ടെന്നും ദേവയ്ക്ക് മനസ്സിലായി. മറ്റൊരു വശത്ത് ദയാളനാണെങ്കിലോ ഒരുപാട് പേരെ കൊല ചെയ്യാറുണ്ട്. ശവങ്ങളെല്ലാം കടലിലേക്കാണ് വലിച്ചെറിയുന്നതും. രാജശേഖർ ഇല്ലാത്തതിനാൽ ഇലക്ട്രിക്കൽ ചെയർ വർക്ക് ചെയ്യുന്നത് മറ്റാർക്കും തന്നെ അറിയത്തേയില്ല. അയാളുടെ മകൾക്ക് ചിലപ്പോൾ അറിയാമെങ്കിലോ എന്ന് ചിന്തിച്ച് ദയാളനാണെങ്കിൽ തന്റെ കുറച്ച് കൂട്ടാളികളെ പ്രീതിയെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ടും അവളുടെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞുവിടും. ഗുണ്ടകൾ അവിടേക്ക് എത്തുമ്പോൾ ദേവ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തും. ഗുണ്ടകളെ പഞ്ഞിക്കിടുന്നു. ദയാളൻ പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നതെന്നും ഗുണ്ടകൾ പറയും. ഞങ്ങളെ 2 അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നും ദേവ ആവശ്യപ്പെടുന്നു. ദേവയ്ക്ക് എങ്ങനെയെങ്കിലും ഹാർബറിനകത്ത് കയറി പറ്റണം. അങ്ങനെ ഹാർബറിലേക്ക് എത്തുകയാണ് ദേവയും പ്രീതിയും. അപ്പോൾ ദയാളനാണെങ്കിലോ ദേവയോട് പറയുന്നത്, നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഇലക്ട്രിക്കൽ ചെയർ ഓപ്പറേറ്റ് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. അത് രാജശേഖരന്റെ മകൾക്ക് കഴിയുമെന്നും പറയുമ്പോൾ പ്രീതിക്കറിയില്ല തനിക്കറിയാമെന്ന് ദേവ കള്ളം പറയും.
അങ്ങനെ ദേവ ദയയ്ക്കൊപ്പം പോകുന്നു. പിന്നീട് ദയ ആരെയൊക്കെ കൊല്ലുന്നു അവരെയെല്ലാം കത്തിക്കുന്നത് ദേവയാണ്. ആ ഹാർബറിൽ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ട്. അവിടെ കയറി പറ്റുകയാണ് ദേവയുടെ ലക്ഷ്യവും. അതിനാണെങ്കിലോ ആർക്കും സാധിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ സൈമണിന്റെ സ്നേഹം പിടിച്ചു പറ്റുവാനായിട്ടും ദേവ തീരുമാനിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ആ ഹാർബറിൽ തൊഴിലാളികൾക്കൊപ്പം ഒരു സ്പൈ ഉണ്ട്. അതൊരു പോലീസുകാരനാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ കാര്യം ചോർത്തലാണ് പരിപാടിയും. പോലീസുകാരനാണെങ്കിലോ ദയയുടെ കൈവശം പിടിക്കപ്പെടുന്നു. അയാളെ പിടിച്ചു വെച്ച് സൈമണിനെ ദയ വിളിച്ചു വരുത്തും. സൈമൺ എത്തി അയാളെ കൊന്നുകളയുകയാണ്. പോലീസുകാരന്റെ ഡെഡ് ബോഡി കത്തിക്കുവാനായിട്ട് ദേവയെ വിളിച്ചു വരുത്തുകയാണ് സൈമൺ. അപ്പോഴാണ് ദേവയും സൈമണും നേർക്ക് നേരെ കാണുന്നത് തന്നെ. ദേവയെ കണ്ടതും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന തോന്നൽ സൈമണിനുണ്ടാകുന്നു. എന്തായാലും പിന്നീട് കണ്ടുപിടിക്കാം. ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുവാനായിട്ടും ദേവയോട് പറയുകയാണ് സൈമൺ. ഡെഡ് ബോഡി കത്തിച്ചു കളയുവാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ദേവ അയാളെ കണ്ട് ഞെട്ടിപ്പോകുന്നതും. അവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. സത്യത്തിൽ ദയാളനായിരുന്നു അത്. സൈമൺ എന്തിന് അയാളുടെ വലങ്കയ്യായ ദയയെ കൊന്നുകളഞ്ഞു എന്ന സംശയം ദേവയ്ക്കുണ്ടാകുന്നു. സത്യത്തിൽ ദയയാണ് യഥാർത്ഥ പോലീസ് ഇൻഫോമർ. സൈമണിനും ഗ്യാങ്ങിനും ഒരിക്കലും സംശയം തോന്നാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരാളെ പിടിച്ചു വെച്ചിട്ട് അയാളാണ് സ്പൈ എന്ന് വരുത്തി തീർത്ത് സൈമണിനെ വിളിച്ചു വരുത്തിയതും. പക്ഷേ സൈമൺ ആണെങ്കിലോ സത്യമെല്ലാം അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ദയയെ കൊന്നുകളഞ്ഞതും. സൈമൺ ദേവയോട് ദയയെ കരിച്ചു കളയണ്ട, ഒഴിച്ചിടുവാനായും ആവശ്യപ്പെടും. മറ്റുള്ള പോലീസുകാർക്ക് ഒരു പണി കൊടുക്കുവാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നതും. ആരുമായും ഒരു പ്രശ്നവും വേണ്ടെന്ന് ചിന്തിച്ച ദേവ ദയയെ കുഴിച്ചിടുവാനായി കൊണ്ടുപോകുന്നു. എന്നാൽ ദയ മരിച്ചിട്ടില്ലായിരുന്നു. കുഴിയിൽ നിന്നും കയറി വരുവാനായി ശ്രമിക്കുന്ന ദയെ ദേവ പിടിച്ചു കയറ്റും. പ്ലീസ് എന്നെ രക്ഷിക്കണം, ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം എന്നും ദയ പറയുമ്പോഴും ദേവയാണെങ്കിൽ സൈമണിനെ വിളിച്ചിട്ട് ദയ മരിച്ചിട്ടില്ല എന്ന് പറയുന്നു. സൈമൺ ആണെങ്കിൽ ദേവ തന്നെ ദയയെ കൊല്ലുവാനായിട്ടും ആവശ്യപ്പെടും. സൈമണിന്റെ പ്രീതി പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്ന ദേവയാണെങ്കിലോ അത് ചെയ്തിട്ട് സൈമണിനടുത്തെത്തുമ്പോഴാണ് രാജശേഖരനെ കൊല്ലുന്ന വീഡിയോ കാണിക്കുന്നതും. രാജശേഖരനെ കൊന്നത് മറ്റാരുമല്ല, ദയ തന്നെയായിരുന്നു. സത്യത്തിൽ ദേവ ദയയെ കൊന്നിട്ടില്ല. ദയയെ രക്ഷിച്ച് പ്രീതിക്കൊപ്പം പറഞ്ഞു വിട്ടിരിക്കുകയാണ്. മരിക്കും മുൻപ് രാജശേഖർ എന്തോ കാര്യം ദയയുടെ ചെവിയിൽ പറഞ്ഞിരുന്നു. അത് ദേവയ്ക്കറിയണം. പക്ഷേ ദയ മരിച്ചിട്ടില്ലെന്ന് സൈമണിനോട് പറയുവാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ സൈമൺ അറിയാതെ ദയയെ ഫോൺ വിളിക്കുന്നു. അപ്പോൾ ദയയാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. സത്യത്തിൽ വില്ലൻ ദയ തന്നെയാണ്. നിന്റെ കൂട്ടുകാരനെ ഞാൻ തന്നെയാ കൊന്നത്. ദേ ഇപ്പോൾ അവന്റെ മകളും എന്റെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട്. മരിക്കും മുൻപ് നിന്റെ കൂട്ടുകാരൻ പവർ ഹൗസ് എന്നൊരു കാര്യം എന്നോട് പറഞ്ഞതെന്ന് ദയ പറയും. അത് ദേവയ്ക്കും രാജശേഖരനും അറിയാവുന്ന എന്തോ കോഡ്വേഡാണ്. സത്യത്തിൽ ദയ പോലീസാണെന്ന് രാജശേഖർ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ദയ രാജശേഖരനെ കൊന്നുകളഞ്ഞതും. എന്നെ അന്വേഷിച്ച ഒരാൾ വരുമെന്നും അവനോട് പറയണം പവർ ഹൗസ് എന്ന് പറഞ്ഞിട്ടാണ് രാജശേഖർ മരിച്ചതും. ദേവയോട് ഒരാവശ്യം പറയുന്നു. പ്രീതിയെ ഞാൻ കൊല്ലണ്ട എന്നുണ്ടെങ്കിൽ സൈമണിനോട് നിന്ന് ഞാൻ സമ്പാദിച്ചതും പിന്നെ കുറച്ച് ഫയൽസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതെനിക്ക് എടുത്തു തരണമെന്നും പറയും. അവിടേക്ക് കയറുന്നത് റിസ്ക് ആണ്. പക്ഷേ പ്രീതിയുടെ ജീവന് വേണ്ടിയിട്ട് ദേവ അതിന് തയ്യാറാകുന്നു. തനിക്കെതിരായി വരുന്നവരെയെല്ലാം ദേവ കൊന്നുകളയും. ദയ പറഞ്ഞതൊക്കെ എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ദയ ആവശ്യപ്പെടുന്നത് സൈമണിന്റെ ഒരേയൊരു മകനായ അർജുനെ കൊല്ലുവാനായിട്ടാണ്. ആ കൂട്ടത്തിൽ ആകെ നല്ലവൻ എന്ന് പറയുന്നത് ഈ അർജുനായിരുന്നു. ദേവയ്ക്കാണെങ്കിലോ അതിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ദയ അറിയാതെ അർജുനെ അവൻ സ്നേഹിക്കുന്ന കല്യാണിക്കൊപ്പം പറഞ്ഞേക്കും. എന്നാൽ ഒരു ഘട്ടത്തിൽ അർജുന ദേവ കൊന്നില്ല എന്ന് ദയയ്ക്ക് മനസ്സിലായി. ഉടനെ തന്നെ പ്രീതിയെ കൊല്ലുമെന്ന് വിരട്ടിക്കൊണ്ട് ദേവയ്ക്കൊരു വീഡിയോ കോൾ ചെയ്യും. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ദേവ പറയുന്നതും. എന്താ ദിലീപ് എന്ന് ദേവ ചോദിക്കുന്നു. ദയയുടെ യഥാർത്ഥ പേര് ദിലീപ് എന്നാണ്. സത്യത്തിൽ ദയ വന്നിരിക്കുന്നത് തന്റെ ഭാര്യയ്ക്കൊപ്പമാണ്. ഭാര്യ മറ്റാരുമല്ല, കല്യാണിയാണ്. രണ്ടാളും പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചാണ് പ്രണയിച്ചതും വിവാഹം കഴിച്ചതുമൊക്കെ. ദിലീപിന് സ്പൈ ആയി ജോലി ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ അവനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ടാണ് കല്യാണി വന്നിരിക്കുന്നതും. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നതോ കല്യാണിയെ ദേവ പിടികൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രീതിയെ ദയയ്ക്ക് വിട്ടയക്കേണ്ടി വരുന്നു. കല്യാണിയെ രാജശേഖരന്റെ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഒരുങ്ങുമ്പോഴാണ് രാജശേഖർ പറയാറുള്ള കുറച്ചു കാര്യം അസിസ്റ്റന്റ് പറയുന്നതും. ദേവയുടെ ബംഗ്ലാവിലെ ഫോണിലേക്ക് ഒരു കോൾ വരും. അതിൽ വിളിക്കുന്ന ആളാണെങ്കിലോ നിങ്ങളുടെ കൂലി നമ്പർ പറയും. അതാണ് നിങ്ങളുടെ മകളെന്നും ആ ഒരു അസിസ്റ്റന്റ് പറയുന്നു. അതിൽ നിന്നുമെല്ലാം രാജശേഖരന്റെ 3 മക്കളിൽ ഒരാൾ തന്റെ മകളാണെന്നും ദേവയ്ക്ക് മനസ്സിലായി. മറ്റു 2 പെൺകുട്ടികളെയും സേഫ് ആക്കുവാൻ വേണ്ടിയിട്ട് ദേവ അവിടേക്ക് പോകുന്നു. മറ്റൊരു വശത്ത് കല്യാണി ദേവയുടെ വൈഫാണെന്നുള്ള കാര്യം അർജുന് മനസ്സിലായിട്ടുണ്ട്. അർജുൻ അടുത്തെത്തുന്ന കല്യാണിയാണെങ്കിൽ അതൊക്കെ വെറുതെയാ, വിശ്വസിക്കരുത്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാണ് അർജുനെ കെട്ടിപ്പിടിച്ച് കരയുന്നതും. ഒടുവിൽ അർജുൻ വിശ്വസിച്ചു എന്ന് കണ്ടതും അവനെ അടിച്ചിട്ടിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും.
യഥാർത്ഥത്തിൽ അർജുനെ മാനസികമായി അവൾ തകർക്കുകയാണ് ചെയ്തതും. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ കല്യാണി ഉടനെ തന്നെ ദയെ ഫോൺ വിളിക്കും. താൻ രക്ഷപ്പെട്ടു എന്നും ആ പ്രീതിയെ പോയി എങ്ങനെയെങ്കിലും പിടിക്കണമെന്നും പറയുന്നു. അങ്ങനെ ദയാണെങ്കിലോ കല്യാണി രക്ഷപ്പെട്ട സന്തോഷത്തിൽ പ്രീതിയെ പിടികൂടുവാനായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അർജുനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ദയാളനാണെങ്കിൽ ദേവയോട് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ദേവ അർജുനെ രക്ഷിക്കുകയാണ് ചെയ്തതും. ആ ഒരു കാര്യം ദയ അറിയുകയാണ്. ദയ ഉടനെ തന്നെ അർജുനെ പിടികൂടുന്നു. സൈമണിനോട് ദയക്കാണെങ്കിൽ നല്ല ദേഷ്യമുണ്ടായിരുന്നതിനാൽ ഉടനെ തന്നെ സൈമണിനെ വീഡിയോ കോൾ വിളിക്കും. എന്നിട്ട് സൈമണിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ സൈമണിന്റെ ഒരേ ഒരു മകനായ അർജുനെ കൊന്നുകളയുകയാണ്. എന്നാൽ സൈമണിനാണെങ്കിൽ അത് താങ്ങുവാനായും പറ്റിയില്ല. ദേവ പറഞ്ഞിരുന്നത് ദയെ കൊന്നുകളഞ്ഞു എന്നാണ്. ദേവ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ അതേ ദയ തന്നെയാണ് ദേ ഇപ്പോൾ തന്റെ മകനെ കൊന്നിരിക്കുന്നതും. അതിന് ഒരേ ഒരു കാരണക്കാരൻ ദേവയാണല്ലോ. കാരണം ദേവ കൊല്ലാതെ വിട്ടത് കൊണ്ടാണ് ദയ അർജുനെ കൊന്നുകളഞ്ഞതും. ആ ഒരു ദേഷ്യത്തിൽ ഉടനെ തന്നെ സൈമൺ ആണെങ്കിൽ ദേവയെ കണ്ടുപിടിക്കുവാനായും പോകും. മറ്റൊരു വശത്ത് ദയാണെങ്കിലോ പ്രീതിയെ അന്വേഷിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവളെ പിടികൂടണം എന്ന ഏക ലക്ഷ്യമാണ് ദയയുടെ മനസ്സിൽ. പ്രീതിയെ രക്ഷിച്ച ദേവ അവളെ ചെന്നൈയിലേക്കും പറഞ്ഞുവിടുകയാണ്. എന്നാൽ ചെന്നൈയിൽ വെച്ച് കല്യാണിയും പ്രീതിയും കണ്ടുമുട്ടുന്നു. ഇവരെ രണ്ടുപേരെയും പിടികൂടുവാൻ വേണ്ടിയിട്ട് സൈമണും അവിടെ എത്തിയിരുന്നു. സൈമണും ഗ്യാങ്ങും പ്രീതിയെയും കല്യാണിയും കടത്തിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് എങ്ങനെയാണോ ദയ അർജുനെ കൊന്നുകളഞ്ഞത് അതുപോലെ തന്നെയാണ് സൈമൺ കല്യാണിയെയും കൊന്നുകളയുന്നതും. ദയയ്ക്ക് അത് താങ്ങുവാൻ പറ്റിയില്ല. അതിനുശേഷം പ്രീതിയെ കൊല്ലുവാനായിട്ടും പോകുന്നു. അതേസമയമായിരുന്നു ദേവ അവിടേക്ക് വരുന്നതും. ദേവയാണെങ്കിൽ എങ്ങനെയൊക്കെയോ പ്രീതിയെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുക. എന്നാൽ ദേവയെ കണ്ടതും സൈമൺ പറയുന്നത്, ആദ്യമേ നിന്നെ കണ്ടപ്പോഴേ നിന്നെ എവിടെയോ കണ്ടതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെങ്ങനെയാണ്, നീ പറയുന്നോ അതോ ഇവളെ കൊല്ലണോ എന്ന് ചോദിച്ചിട്ട് സൈമൺ ആണെങ്കിൽ ദേവയെ വിരട്ടും. പ്രീതിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ച് ദേവ തന്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുവാനായും ആരംഭിക്കുന്നു. 10-30 വർഷങ്ങൾക്ക് മുൻപ് ദേവയാണെങ്കിലോ ഒരു ഹാർബറിലാണ് ജോലി ചെയ്തിരുന്നതും. അവിടുത്തെ ഹാർബറിലെ മുതലാളിയാണെങ്കിലോ അവിടുത്തെ ജനങ്ങളെ വെച്ചിട്ട് ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. മയക്കുമരുന്നൊക്കെ കടത്തലുമുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം ദയ അറിയുകയാണ്. മുതലാളിയുടെ ഈ ഒരു പ്രവൃത്തികളെല്ലാം പോലീസിൽ വിവരം അറിയിക്കുമ്പോഴോ മുതലാളിയാണെങ്കിൽ ജോലി ചെയ്തിരുന്ന കൂലികളായിട്ടുള്ള 100 പേരെയാണ് ഒറ്റ കൊടുക്കുന്നതും. ആ 100 പേർക്കും ഇതിലൊന്നും വലിയ പങ്കൊന്നുമില്ല. പക്ഷേ മുതലാളി പറഞ്ഞതുകൊണ്ട് തന്നെ പോലീസുകാർ 100 പേരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് കടലിന്റെ നടുക്ക് വെച്ച് എൻകൗണ്ടർ ചെയ്യുവാനായും തീരുമാനിച്ചു. അതിൽ നിന്നും 18 പേരാണ് രക്ഷപ്പെട്ടതും. 18 പേരിൽ ഒരാൾ നമ്മുടെ ദേവ, രണ്ടാമത്തേത് ദേവയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ കലീഷ, പിന്നെ മൂന്നാമത്തേത് രാജശേഖറും. ഇവർ 3 പേരും ആ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നതാണ്. ആദ്യമായിട്ട് മുതലാളിക്കെതിരെ ശബ്ദമുയർത്തിയത് ദേവയും കൂട്ടരുമായിരുന്നു. മാത്രമല്ല മുതലാളിയുടെ സഹോദരനെയും കൊന്നുകളഞ്ഞു. ഇതേ മുതലാളിയുടെ ഒരേ ഒരു മകനാണ് ഈ സൈമൺ. ആ ഒരു കാര്യങ്ങളെല്ലാം ദേവ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണല്ലോ. 10-30 വർഷങ്ങൾക്ക് മുൻപ് നീ എന്റെ ചിറ്റപ്പനെ കൊന്നതിന് എനിക്ക് അന്ന് പ്രതികാരം വീട്ടാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഇന്നത് ഞാൻ ചെയ്യുകയാണെന്ന് പറഞ്ഞ് സൈമൺ ആണെങ്കിലോ ദേവയെ കൊല്ലുവാനായി ശ്രമിക്കും. അവിടെ വെച്ച് 2 പേർക്കുമിടയിൽ വലിയ ഫൈറ്റ് തന്നെ നടക്കുന്നു. ഒടുവിൽ നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാണെങ്കിലോ സൈമണിനെ കൊന്നുകളയുകയാണ്. സൈമന്റെ മരണത്തോടു കൂടി പ്രശ്നമെല്ലാം അവസാനിച്ചു എന്ന് കരുതുകയാണെങ്കിൽ അല്ല, അവിടെ വീണ്ടും ഒരു പ്രശ്നം ആരംഭിക്കുകയാണ്. ഈ സൈമൺ മരിക്കുന്നതിന് മുൻപ് ദേവയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്നെ തേടി ഒരാൾ വരുമെന്ന്. അത് മറ്റാരുമല്ല, സൈമന്റെ ഒരേ ഒരു സഹോദരനായിട്ടുള്ള ദാഹയാണ്. സൈമന്റെ മരണമറിഞ്ഞ് ദാഹ നാട്ടിലേക്ക് എത്തുന്നു. ആരാടാ എന്റെ ചേട്ടനെ കൊന്നത് എന്ന് പറഞ്ഞിട്ടാണ് ദേവയ്ക്ക് അടുത്തേക്ക് എത്തുന്നതും. ദേവയെ കാണുന്ന സമയത്ത് 10-30 വർഷങ്ങൾക്ക് മുൻപ് ദേവയെ കണ്ടതുപോലുള്ളൊരു തോന്നൽ ദാഹയ്ക്കും ഉണ്ടാകുന്നു. ദാഹയ്ക്ക് മാത്രമല്ല ദാഹയുടെ അച്ഛനും ഉണ്ടാകുന്നു. ദേവയെ കണ്ടതും ദാഹയുടെ അച്ഛന് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. 30 വർഷങ്ങൾക്ക് മുൻപ് അത്രയ്ക്കും പ്രശ്നങ്ങളാണ് ദേവയും കൂട്ടരും ഉണ്ടാക്കിയതും. അതുകൊണ്ട് തന്നെ ദേവയുമായിട്ട് വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട, എല്ലാ പ്രശ്നവും അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് ബിസിനസ് ആരംഭിക്കാമെന്നും ദാഹ ആവശ്യപ്പെടുന്നു. പക്ഷെ ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും തന്റെ ഒരേ ഒരു കൂട്ടുകാരനായിട്ടുള്ള രാജശേഖരനെ കൊന്നുകളഞ്ഞ ദേവയെ വെറുതെ വിടുവാനായിട്ട് ദേവ തയ്യാറായില്ല. ആദ്യം ദേവയെ രക്ഷിച്ചു വിട്ടത് ദേവയാണെങ്കിലും രണ്ടാമത് ദേവയെ കണ്ടുപിടിച്ചിട്ട് തന്റെ കൈകൊണ്ട് തന്നെ ദേവ കൊന്നുകളയുന്നു. ആരൊക്കെയാണോ തന്റെ കൂട്ടുകാരന്റെ മരണത്തിന് കാരണമായത് അവരെ എല്ലാവരെയും ദേവ കൊന്നുകളഞ്ഞ് തന്റെ പ്രതികാരവും പൂർത്തിയാക്കിയിരിക്കുകയാണ്. അവസാനം ദേവയുടെ മകൾ ആരാണെന്ന് ദേവ കണ്ടുപിടിക്കുന്നു. അത് മറ്റാരുമല്ല, പ്രീതി തന്നെയാണ്. 10-30 വർഷങ്ങൾക്ക് മുൻപ് ദേവയെ എൻകൗണ്ടർ ചെയ്യുവാനായിട്ട് പോലീസ് കൂട്ടിക്കൊണ്ടു പോയിരുന്നു. ആ സമയത്ത് ദേവയുടെ ഒരേ ഒരു മകളായ പ്രീതിയെ എടുത്തു വളർത്തിയത് മറ്റാരുമല്ല, രാജശേഖർ ആയിരുന്നു. അന്നു മുതൽ ഇന്ന് വരെയും രാജശേഖറാണ് തന്റെ അച്ഛനെന്നാണ് പ്രീതി കരുതിയിരിക്കുന്നതും. രാജശേഖറിന് 2 പെൺമക്കളുണ്ട്. അവരുടെ കൂട്ടത്തിലാണ് പ്രീതി വളർന്നതും. പക്ഷേ ഇപ്പോൾ സത്യമെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ദേവയാണെങ്കിലോ താനാണ് അച്ഛനെന്ന് തുറന്നു പറയുവാനായിട്ട് തയ്യാറാകുന്നില്ല. ഇത്രയും വർഷങ്ങളായിട്ട്
തീർച്ചയായിട്ടും അവൾ കരുതിയിരിക്കുന്നത് രാജശേഖറാണ് അവളുടെ അച്ഛനെന്നല്ലേ. അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്നും ദേവ കരുതുന്നു. നിനക്ക് എന്ത് ആവശ്യം വന്നാലും നീ അപ്പോൾ തന്നെ എന്നെ അറിയിക്കണം. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ അപ്പോൾ തന്നെ വരുമെന്നും ദേവയാണെങ്കിൽ പ്രീതിയോട് പറയുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.